ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവിൻ്റേത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉത്തമഗീതം 6-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, അവൻ താമരകളുടെ ഇടയിൽ മേയ്ക്കുന്നു. നാം കർത്താവിനുള്ളവരാണ്, കർത്താവ് നമുക്കുള്ളതാണ്. നാം അവനെ സ്വീകരിക്കുമ്പോൾ അവൻ നമുക്കായി നമ്മോടൊപ്പവും നമ്മുടെ ഉള്ളിലും ഉണ്ട്. അതാണ് അവൻ്റെ സാന്നിധ്യത്തിൻ്റെ പൂർണ്ണമായ അനുഭവം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്വാതന്ത്ര്യം നേടി ഒരു റിപ്പബ്ലിക്കായി മാറിയപ്പോൾ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ ഒരു റിപ്പബ്ലിക്കിനെ ജനങ്ങളുടെ സർക്കാർ, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ എന്ന് നിർവചിച്ചു. ഈ 3 വശങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു സമാന്തരത കാണാൻ കഴിയും. കർത്താവ് നമുക്കാണ്, കർത്താവ് നമ്മോടൊപ്പമുണ്ട്, കർത്താവ് നമ്മുടെ ഉള്ളിലാണ്. ഒന്നാമതായി ദൈവം നമുക്കാണ്. ബൈബിൾ ചോദിക്കുന്നു, റോമർ 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്ന്. നമ്മുടെ പിതാവെന്ന നിലയിൽ അവൻ നമ്മെ സംരക്ഷിക്കുന്നു, നമുക്ക് വേണ്ടി പോരാടുന്നു, നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു. രണ്ടാമതായി ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ ഇമ്മാനുവേലാണ്, അതായത് ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മെ ഒരിക്കലും കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ലെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് യോശുവ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണാൻ കഴിയും. യേശു നമുക്ക് ഉറപ്പ് നൽകി, യുഗാന്ത്യം വരെ ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ടെന്ന്. ഇത് മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിലും കാണാൻ സാധിക്കും. മൂന്നാമതായി ദൈവം നമ്മിലുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു, നമ്മുടെ ശരീരത്തെ തൻ്റെ ആലയമാക്കി മാറ്റുന്നു. യേശു പറഞ്ഞു, എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോട് കൂടെ വസിക്കുന്നു, നിങ്ങളിലുണ്ടായിരിക്കുമെന്ന്. ഇത് യോഹന്നാൻ 14-ാം അധ്യായം 17-ാം വാക്യത്തിലും, നിങ്ങളുടെ ശരീരം നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്നും നിങ്ങൾ നിങ്ങളുടേതല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യത്തിലും പറയപ്പെടുന്നു. പിതാവായ ദൈവം സ്വർഗത്തിൽ വാഴുന്നുണ്ടെങ്കിലും അവൻ നമുക്കുള്ളവനാണ്. ദൈവപുത്രനായ യേശു നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുമുണ്ട്. അതിനാൽ ക്രിസ്തു മടങ്ങി വരുന്നതുവരെ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവും വിശുദ്ധമായിരിക്കട്ടെ. വിശുദ്ധനായ കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുക. ഞാൻ അവൻ്റേതാണ്, അവൻ എൻ്റേതാണ് എന്ന് നമുക്ക് ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കാം. നമ്മുടെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും അവനെ ആനന്ദിപ്പിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 15-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ന്യായാധിപന്മാർ 7-8 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 5-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.